ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ നമ്മളുടെ ഗുഡ് ബാഡ് അഗ്ലി AK അജിത് കുമാർ തലേരെ പടം കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഉള്ള കാര്യം പറയാം, കട്ട സ്പൂഫ് പടമാണ്. സ്പൂഫ് എന്നൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു റോക്കി ബൈ അല്ലെങ്കിൽ ഒരു ഗാങ്സ്റ്റർ സിനിമയുടെ സ്പൂഫ്. അയ്യോ, സെക്കൻഡ് ഹാഫിൽ ഒരു സാധനം കാണിക്കട്ടെ. എൻ്റെ ഞാൻ പറഞ്ഞില്ല, അയ്യോ ഞാൻ പുള്ളി കുറേ പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 3 പേരെ കാണിക്കും. അത് കാണുമ്പോൾ തന്നെ ഏകദേശം സിനിമ ഈ ലോകത്ത് നടക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ നമ്മൾ പറയുമല്ലോ കണ്ണു അടച്ച് ചുമ്മാ പോയി അജിത്തിൻ്റെ സ്ലോ മോഷനും ലുക്കും ഓറയും ഡയലോഗ് ഡെലിവറിയും പരിപാടികളൊക്കെ കാണുക. അതിന് പോകാൻ പറ്റിയ ഏതാണ് ഇത്? പ്യോർലി ഫോർ അജിത് ഫാൻസ്. പ്യോർലി. വേറെ ഒരു മനുഷ്യർക്കും ഇത് 1% പോലും എനിക്ക് തോന്നുന്നില്ല ഇഷ്ടപ്പെടുന്നു. ബിക്കോസ് പുള്ളിയുടെ പഴയ പടങ്ങൾ വാലി, ദീന, പിന്നെ വേതാളം എന്ന് പറയണ്ട പുള്ളിയുടെ സിനിമകളുടെ റെഫറൻസുകൾ, വിജയ് റെഫറൻസ് 2 3 എണ്ണം ഉണ്ട്. വിജയ് റെഫറൻസ് എന്ന് പറയണ്ട, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു പക്ക മാസ് എന്റർടൈനർ നമ്മൾ പറയൂലേ, തമിഴ് ഒരു പക്ക തമിഴ് പടം ടെംപ്ലേറ്റ്. അതാണ് ഗുഡ് ബാഡ് അഗ്ലി. ഞാൻ പറഞ്ഞു 1% പോലും ഈ പടത്തിൽ ലോജിക്കോ കണ്ടിന്യൂറ്റി, ചില കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ട്. അയ്യോ, ഒരു ഫൈറ്റ് നടക്കുന്നിടത്ത് പുള്ളി അടിക്കാൻ പറഞ്ഞ ഗുണ്ടകൾ തമ്മിൽ അടിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒറ്റയ്ക്ക് റോക്കി ബായ് ഒറ്റയ്ക്ക് പോയതുപോലെ പുള്ളിയുടെ ഒരു ഹെഞ്ച്മാൻ നമ്മുടെ സുനിലുമായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ തമ്മിൽ അടിക്കണ. ഞാൻ പറയും ഒരുപാട് ചോദ്യങ്ങൾ. അത് നമ്മൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളെ, നീ ഈ പടത്തിൽ ചോദ്യമോ ലോജിക്കാ എന്തിന് ആര്? ഇവിടെ മിനിറ്റിന് പാട്ട്, പഴയ പാട്ട്, ഇളമ ഇതോ അങ്ങനെയൊക്കെ ഉള്ള ക്ലാസിക് പാട്ടുകൾ. പിന്നെ ബഹളമാണ്. ഞാൻ മാർക്ക് ആന്റണി സിനിമ പോലെ തന്നെ സിനിമ തുടങ്ങുന്ന പോയിന്റ് തൊട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിൽക്കൂല. അതായത് ഒരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലമൊന്നുമില്ല. അതൊന്നും നടക്കൂല കേട്ടാ. ഫുൾ ടൈം തന്നെ മാർക്ക് ആന്റണിയിലെ സെയിം ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഫാസ്റ്റ് പേസ്, തുര നമ്മൾ ഇങ്ങനെ ഹൈ പേസ് പരിപാടി തമിഴ് സിനിമ. അതാണ് ഗുഡ് ബാഡ് അഗ്ലി. അജിത്ത് വേറെ ബാക്കിയുള്ളവരെയൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അജിത്തിനെ ഹൈപ്പ് ചെയ്യാനാണ്. നമ്മുടെ സുനിൽ വന്ന് കുറെ ഹൈപ്പ് ചെയ്യും. ബെൻ കിങ്സിലി, എന്തൊരു കിങ്സിലി അങ്ങേര് വെറുപ്പീരാണ്. അല്ലെങ്കിൽ എനിക്ക് അങ്ങേരെ സത്യം പറഞ്ഞ ഇഷ്ടമല്ല. അയാളെ ഏത് വകയിലാണ് കോമഡി എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലാർക്ക് പുള്ളി ഭയങ്കര കോമഡി ആയിരിക്കും. പുള്ളി വന്ന് ഹൈപ്പ് ചെയ്യും. ഷൈൻ ടോം ചാക്കോ വന്ന് ഹൈപ്പ് ചെയ്യും. നമ്മുടെ സലാറിലെ പുള്ളി പഴയ നടനാണ്, ഹിന്ദിക്കാരെ, അങ്ങേര് വന്ന് ഹൈപ്പ് ചെയ്യും. റോക്കി ബായിരെ അങ്ങേര് അയാളെ പേരെന്തരായിരുന്നു, ബോംബെ തരാന്ന് പറഞ്ഞ അങ്ങേര് വന്ന് ഹൈപ്പ് ചെയ്യും. എല്ലാവരും വന്ന് ഇങ്ങനെ ഹൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് ഡ്രാഗൺ. അതാണ് പടം. ഫസ്റ്റ് ഹാഫൊക്കെ പോകണം അറിയൂല. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അജിത്തിന്റെ സിനിമകളും അജിത്ത് എന്ന് പറയുന്ന നടനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാത്തത് ഞാൻ പറയും, ഈ സിനിമയിൽ 1% പോലും ഈ ലോകത്ത് നടക്കുന്ന സിനിമയേ അല്ല. അത് സെക്കൻഡ് ഹാഫിൽ ഞാൻ പറയും ഒരു സാധനം വരുമ്പോൾ നമുക്ക് കംപ്ലീഷൻ ആവും. അപ്പൊ അതാണ് ഇങ്ങനെയൊക്കെ ടോം ആൻഡ് ജെറിയെയും മിക്കി മൗസിനെയും എന്തൊക്കെ പറയുന്ന പോലെ ഗാങ്സ്റ്ററിലെ കുറച്ച് ആൾക്കാരുണ്ടല്ലേ, ഞാനാസി ചിരിച്ച് ചത്തടേ. അയ്യോ, അതാണ് പറഞ്ഞ. പിന്നെ പുള്ളി ഒരു യങ് ഒരു സാധനത്തിൽ DAGing ഒക്കെ ചെയ്തു. DAGingനൊക്കെ VFX ചെയ്തത് അടിപൊളി കേട്ടോ. ബാക്കിയുള്ള VFX ഒക്കെ ശോകമാണ്, അതായത് പൊട്ടിത്തെറിക്കല്. അതാണ് ഞാൻ പറഞ്ഞത്, പൊട്ടിത്തെറിക്കുന്ന VFX ഒക്കെ ശോകമാണെന്ന് പറയാനായിട്ട് ഇത് ഈ ലോകത്ത് നടക്കണ്ടേ? ഈ എർത്തിൽ നടക്കേണ്ട പടം അല്ലത്. ഇത് വേറെ ഏതോ പാരലൽ യൂണിവേഴ്സ്. മനസ്സിലായി? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അല്ലാതെ ഇത് ഈ രാജ്യത്തോ നമ്മുടെ ബോംബെയിലോ നമ്മുടെ സ്പെയിനിലോ നടക്കുന്നതല്ല. ഔട്ട് ആൻഡ് ഔട്ട് ആ ഡയറക്ടറിന്റെ ഒരു വിഷൻ അങ്ങേർക്ക് തോന്നി, അജിത്തിനെ കൊണ്ടൊരു സ്പൂഫ് പടം ചെയ്യിപ്പിക്കാം. പുള്ളി ഓക്കെ അടിച്ചു. പുള്ളി എൻജോയ് ചെയ്തേക്കണം ഈ പടത്തിൽ. അത് ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. എവിഡന്റ്ലി അജിത്ത് ഇസ് ലൈക്ക് കുറെ നാൾ ബ്രേക്ക് എടുക്കാൻ പോവുകയാണ്. ഇപ്പൊ റേസിംഗ് എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി നടക്കുന്നത്. എനിക്ക് 1-2 വർഷം അതായിരിക്കും. പുള്ളി ഇപ്പൊ സിനിമയൊന്നും സൈൻ ചെയ്തിട്ടില്ല. പുള്ളി വിചാരിച്ചാണ് എന്തായാലും കുറെ നാൾ ഇനി പടമൊന്നുമില്ല, ഈ വർഷം എന്തായാലും ഇല്ല. പിള്ളേർക്ക് എന്നെ കാണാത്തൊരു സാധനം കാണാം, സ്പൂഫ് ആയിട്ടുള്ള എൻ്റെ വെർഷൻ. പുള്ളി ഏത് പടം സ്പൂഫ് ചെയ്തിട്ടുണ്ട് ഒന്നും എൻ്റെ ഓർമ്മയിലില്ല. ഇത് അജിത്തിന്റെ സ്പൂഫ് ജോണറയിൽ വരുന്ന ഒരു മാസ് എന്റർടൈനർ. അജിത്ത് ഫാനാണോ ടിക്കറ്റ് എടുക്കുക, എൻജോയ് ചെയ്യുക. അതുമാത്രമല്ല, അജിത്ത് ഫാൻസിൻ്റെ കൂടെ ഈ പടം കണ്ട നിങ്ങൾ
ഈ വേറെ ലെവലിൽ ഈ പടം എൻജോയ് ചെയ്യും. ഞാൻ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള പടം, ഒരു ഫാൻസിന് വേണ്ടി എടുത്ത പടം. നമ്മളൊക്കെ പഴയ അജിത്തിൻ്റെയൊക്കെ പടം കണ്ടതുള്ളൂ നമ്മളും എൻജോയ് ചെയ്തത്. ഞാൻ അങ്ങനെയാണ് കണ്ടത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഒന്നുകൂടെ എടുത്തു പറയാം. എനിക്ക് കോമൺ ഓഡിയൻസ് എന്ത് ചിന്തിക്കും, കോമൺ ഓഡിയൻസിൻ്റെ പൾസ്, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ എൻ്റെ കാര്യമാണ് വന്ന് ഇവിടെ ഈ പറയുന്നത്. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഗെയിം മാൻ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു റിസർച്ചൊക്കെ ചെയ്ത് ഈ പറയണ തിയേറ്ററിൽ ഒരു സർവേ ഒക്കെ എടുത്ത് ഉള്ള എല്ലാ തിയേറ്ററിൽ പോയി 2 സർവേ ഒക്കെ എടുത്തിട്ടല്ലേ ഞാൻ വന്ന് റിവ്യൂ ചെയ്യുന്നത്. ഞാൻ ആസ് എ ഓഡിയൻസ് ഞാനൊരു സിനിമ പോയി കാണുന്നു, അത് എൻജോയ് ഞാൻ ചെയ്തോ ഇല്ലയോ എന്നാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. ചിലപ്പോൾ എനിക്ക് മ്യൂസിക് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ എനിക്ക് ക്യാമറ വർക്ക് ഇഷ്ടപ്പെടാം, എനിക്ക് സിനിമ ഇഷ്ടപ്പെടാം, എനിക്ക് പല ഫാക്ടേഴ്സിലും ആ സാധനം വരും. ഒരിക്കലും നിങ്ങൾ അല്ലെങ്കിൽ ഒരു കോമൺ ഒരു നമ്മളുടെ നാട്ടിലുള്ള പോപ്പുലേഷന് എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് ഇവിടെ വന്ന് പറയാൻ പറ്റൂല. എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ വന്ന് പറയുന്നു. നിങ്ങൾ പോയി കാണുക, നിങ്ങൾ കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണുക, അതൊക്കെ നിങ്ങളിഷ്ടം. ദിസ് ഈസ് ഓൾ മൈ പേഴ്സണൽ തിങ്. ഞാൻ എന്നും കൂടെ എടുത്ത് പറയണം, ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഒരു ഔട്ട് ആൻഡ് ഔട്ട് അജിത്ത് ഫാൻസിന് വേണ്ടി എടുത്ത സിനിമ. അതാണ് നിങ്ങൾ കണ്ടവരാണ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കാര്യങ്ങളൊക്കെ താഴെ വന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണടേ. ബൈ ബൈ.